ഒരു കിഡ്നി രോഗിയുടെ തുടക്കത്തിലെ ഒരു ലക്ഷണമാണ് പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത്. മൂത്രത്തിലൂടെ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ പോകുന്നൊരവസ്ഥയാണ് നമ്മൾ പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ മൂത്രത്തിലൂടെ പോകുന്ന പ്രോട്ടീൻ്റെ അളവ് 150 മില്ലിഗ്രാമിൽ താഴെയാണ്. അത് 300 മില്ലിഗ്രാമിൽ കൂടുതലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരുന്നൊരവസ്ഥയിലാണ് പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ രോഗലക്ഷണങ്ങൾ ഇതിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു രോഗിക്ക് ഈ മൂത്രത്തിലൂടെ ആൽബുമിൻ പോകുമ്പോൾ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത് രാവിലെ ഉറങ്ങി എഴുന്നേച്ച് മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ മൂത്രത്തിൽ നല്ല രീതിയിൽ പതന്നാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ അവിടെ പതന്നിരിക്കുന്നൊരവസ്ഥ വരാം. അത് കാണിക്കുന്നത് യൂറിൻ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയുടെ അരിപ്പയിലാണ് നമ്മൾ ഈ പ്രോട്ടീനുകൾ സെല്ലുകളെല്ലാം അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു അരിപ്പയുണ്ട്. ആ അരിപ്പ ഡാമേജ് ആവുന്നൊരവസ്ഥയിലാണ് ഈ യൂറിനിലൂടെ പ്രോട്ടീന്, ബ്ലഡ്, അതേപോലെ സെല്ലുകളെല്ലാം പുറത്തോട്ട് വരുന്നൊരവസ്ഥ. അപ്പോൾ എത്രത്തോളം ഈ അരിപ്പയിൽ ഡാമേജ് ഉണ്ട്, എത്രത്തോളം അതിൽ നശിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ആൽബുമിനൂറിയ, പ്രോട്ടീനൂറിയ വരുന്നൊരവസ്ഥ. ഈ ക്രിയാറ്റിനെല്ലാം കൂടുന്നതിനേക്കാളും മുന്നേ വരുന്നൊരു രോഗാവസ്ഥയാണ് ഈ പ്രോട്ടീനൂറിയ. അപ്പോൾ രോഗിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം? അതിലൂടെ കാലിൽ നീര് വരാം, മുഖത്ത് നീര് വരാം, കണ്ണിൻ്റെ ചുറ്റും നീര് വരാം. ഇതെല്ലാം പ്രോട്ടീനൂറിയ ഉള്ളൊരു രോഗിക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. ലോങ് സ്റ്റാൻഡിങ് പ്രോട്ടീനൂറിയ, കുറേ നാളത്തേക്ക് യൂറിനിൽ പ്രോട്ടീൻ പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ചികിത്സിക്കുന്നില്ല, കൃത്യമായി പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം മോശമാവുകയും അവർ ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകാം.